ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ട് റവ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഞ്ഞപ്പമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്ക് കേക്കും ഉണ്ടാക്കാനും പറ്റും, അതേസമയം ആവിയിൽ വേവിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇന്ന് ഈ ഇത്തരത്തിലുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 കപ്പോളം ഉള്ള റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത റവയാണ്. വറുത്ത റവ വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിനാണ് മിക്സിയിൽ പൊടിച്ചെടുത്ത് വന്നിട്ടുള്ളത്. നല്ലൊരു പൗഡർ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിനകത്തോട്ട്, ഒരു മിക്സിംഗ് ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ചേർക്കുന്നത് 1.5 കപ്പോളം ഉള്ള തിളപ്പിച്ചാറിയ പാലാണ്. അത് 1.5 കപ്പ് മുഴുവനോടെ കൂടെ ചേർക്കുന്നില്ല. ആദ്യം 1 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറവ് അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മാത്രം നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള 1/2 കപ്പ് പാലും കൂടെ ഞാൻ ഈ ഒരു റവയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഒരു കൺസിസ്റ്റൻസി. ഇത് നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. പക്ഷെ ഞാൻ ഇന്ന് 5 മിനിറ്റ് മാറ്റി വയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ റവയൊക്കെ ഒന്ന് പാലിൽ കുതിരാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ നേരം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/4 കപ്പോളം ഉള്ള തിളപ്പിച്ചാറിയ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഉള്ള നാരങ്ങയുടെ നീര്. നിങ്ങൾക്ക് നാരങ്ങയുടെ നീരിന് പകരം വിനാഗിരി ഉണ്ടല്ലോ, അതാണെങ്കിലും ചേർക്കാം. പക്ഷെ അത് 1 ടീസ്പൂൺ മതി 1/4 കപ്പിന്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതൊരു മോരിൻ്റെ പരുവത്തിൽ വരും. അതുവരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2-3 കാര്യങ്ങൾ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളമുള്ള മൈദയാണ്. കാരണം റവ തന്നെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇച്ചിരി ഒരു സോഫ്റ്റ്നെസ് കുറവ് വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 1/4 കപ്പോളം ഉള്ള മൈദ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് പൗഡറാണ്. അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് 2 നുള്ളോളമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ കണ്ടോ തരിത്തരികളൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള നമ്മൾ ആ റവ എന്തായെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം റവ ഇപ്പോൾ ഭയങ്കര തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ആ പാലെല്ലാം കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/4 കപ്പോളം ഉള്ള സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് കോക്കനട്ട് ഓയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ഒരു മിക്സ് തയ്യാറാക്കാൻ പറ്റത്തില്ല. നമുക്കതിന് ഓയിലോ അതിന് പകരം നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടി ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാനൊരു 1/4 കപ്പോളം ഉള്ള പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊഴിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു കേക്കിൻ്റെ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പാലൊഴിക്കുക. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം ഉള്ള പാല് ഇതിൻ്റെ ഒരു പരുവം ആവുന്നത് വരെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാനിവിടെ അധികം മധുരത്തിലല്ല എടുക്കുന്നത്, ഒരു മീഡിയം മധുരത്തിലാണ് ഇവിടെ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പഞ്ചസാര നിങ്ങൾക്ക് തരിതരിയായിട്ടുള്ള പഞ്ചസാര ഉപയോഗിക്കാം, അതല്ല പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മൈദപ്പൊടിയുടെയും അതുപോലെ ബേക്കിംഗ് പൗഡറിൻ്റെയും ഉപ്പിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അത് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി കട്ടി പോലെ തോന്നും, പക്ഷെ അത് സാരമില്ല. നമ്മളിതിനകത്തോട്ട് നേരത്തെ നമ്മളൊരു പാലും അതുപോലെ തന്നെ നാരങ്ങയുടെ നീരും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ പാല് ചേർക്കാൻ നിൽക്കരുത്. നമ്മൾ ആ ഒരു മോരിൻ്റെ അതായത് പാലും നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സാണ് ഇതിനകത്തോട്ട് ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി കട്ടിയായിട്ട് പോലും ഞാൻ പാല് ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാലും നാരങ്ങ നീരുമാണ്. അതൊരു മോര് പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ച് ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാം. ഞാനപ്പോൾ അത് കാണിക്കാം അതിൻ്റെ ഒരു പരുവം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പരുവം എന്ന് പറയുന്നത് കേട്ടോ. നമ്മളുണ്ടാക്കുന്ന ആ ഒരു അപ്പത്തിൻ്റെ പരുവം ഇതാണ്. ഇതൊരു 2 in 1 എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി കേക്ക് അത് നമ്മൾ ഓവനിലോ അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിനകത്ത് സാധാരണ ഞാൻ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട് കേക്ക് നമ്മളെങ്ങനെ ഓവനില്ലാതെ ഉണ്ടാക്കാം എന്നുള്ളത്. ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ആവിയിലാണെന്നുണ്ടെങ്കിലും വേവിക്കാം. കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ, നല്ല സ്വാദ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാനിതാ ഇതുപോലത്തെ കുഞ്ഞ് കപ്പുകളിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, ഏത് കപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗ്ലാസിൻ്റെയോ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ മോൾഡുകളുണ്ടല്ലോ, സിലിക്കൺ അങ്ങനത്തെ ഒക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിന്നിപ്പോൾ ഇതുപോലത്തെ കട്ടോരി എന്ന് പറഞ്ഞ പോലത്തെ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് പാത്രമാണ് നിങ്ങൾ എടുക്കുന്നത്, ആ പാത്രത്തിൽ നമുക്കിതുപോലെ അല്പം ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കണം. അതിനുശേഷം നമുക്ക് നേരിട്ട് തന്നെ ബാറ്റർ ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി കിട്ടാനും ഫോട്ടോയിലൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ലൈനർ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരും ലൈനർ ഇല്ലയെന്ന് ഓർത്തുകൊണ്ട് ഉണ്ടാക്കാതിരിക്കരുത്. ലൈനർ വേണമെന്ന് നിർബന്ധമേ ഇല്ല. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു 1/4 ഭാഗത്തോളം നിറയുന്ന രീതിയിൽ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി നിറച്ച് ഒഴിച്ചു കൊടുത്തുന്ന ഇതിങ്ങനെ ഈ നമ്മൾ ആവിയിൽ വേവിച്ച് കഴിയുമ്പോൾ ഇത് വീർത്തങ്ങ് പുറത്തേക്ക് ചാടും. അപ്പോൾ അതൊരു ഭംഗികേടാണ്. അപ്പോൾ അതുകൊണ്ടാണ് 1/4 ഭാഗത്തോളം ഒഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഞാനിതൊന്ന് നിറച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നമുക്കിനി ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം, എന്നാലാണ് ഇതിനകത്തുള്ള എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകത്തുള്ളൂ. ഇനി ഞാൻ കുറച്ച് ബാറ്റർ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിലോട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 രീതിയിലാണിത് ഉണ്ടാക്കുന്നത്. ഒന്ന് ഒരു കേക്ക് പോലെ ഉണ്ടാക്കുന്നുണ്ട്, മറ്റേത് ആവിയിൽ വേവിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കേക്ക് ടിന്നിലും ഒന്ന് എണ്ണ തടവിയിട്ടുണ്ട്, ഒരു ലൈനറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ബാറ്റർ ഒന്ന് ഒഴിക്കണം. അപ്പോൾ ഈ കേക്കും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആ ബബിൾസ് ഒക്കെ വരുന്നത് കണ്ടോ, ഇതുപോലെ ഒരു ചെറിയൊരു ബബിൾ പോലെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ആ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് വരുന്നൊരു, അതുപോലെ നാരങ്ങ നീരും ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യുന്നതാണ്. അത് കുഴപ്പമില്ല. അത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തൊന്ന് പൊട്ടിച്ചൊക്കെ കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഇപ്പോൾ ഓവനിൽ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റോളം നമുക്ക് വെക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു 5 മിനിറ്റ് ഈ ഒരു 180 ഡിഗ്രിയിൽ തന്നെ പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ ഓവൻ. ഇനി അതല്ല, സാധാരണ രീതിയിലാണ് നമ്മളൊരു അടുപ്പത്താണ് പാത്രത്തിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മുന്നും വീഡിയോകൾ കേക്കിൻ്റെ ചെയ്തിട്ടുണ്ട്, അതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഞാൻ ആവിയിലാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു സ്റ്റീമർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഈ 4 കുഞ്ഞു പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ഒരു സമയം. ഞാനൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ കാണിക്കാം. അപ്പോൾ ഇതവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 15 മിനിറ്റിൽ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത്. ഇവിടെ ഈ ഒരു അപ്പമായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു തണുപ്പ് ചൂടൊക്കെ ആറിയിട്ടുണ്ട്, തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഇതുപോലെ എടുത്ത് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു പരുവം. നല്ലൊരു കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത്. ഇത് റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മൈദയുടെ അളവ് നിങ്ങൾക്ക് അല്പം കുറയ്ക്കാം. 1/4 കപ്പ് എന്നുള്ളത് അതിൻ്റെ തൊട്ട് താഴെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് മൈദ ചേർക്കണം, 1-2 ടേബിൾ സ്പൂണോളാണെങ്കിലും മതിയാവും. കാരണം ഈ ഒരു റവ ഒന്ന് ബാലൻസ് ചെയ്തൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കിക്കുക, നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല സ്പഞ്ചിയാണ്. അപ്പോൾ കേക്കൊക്കെ കഴിക്കാൻ എപ്പോഴും ഇങ്ങനെ ഇഷ്ടം തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ആ മൈദ ചേർത്ത ഒരു സമയത്ത് നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആ ഒരു കാര്യം ആ സമയത്ത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. നോക്കിക്കേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നമ്മളിനി വേറൊരു കേക്കും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഓവനകത്ത്. അപ്പോൾ ആ ഒരു കേക്കും കൂടെ ഞാൻ എടുത്ത് കാണിക്കാം. അപ്പോൾ അതും ഞാനൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കേക്ക്. അപ്പോൾ ഇത് നോക്കിക്കേ, ഞാനിതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും എത്രമാത്രം ഉണ്ടെന്ന് കാണിക്കാം. ഇതൊക്കെ സിമ്പിളാണ്. ഇതിങ്ങനെ ഒരു കഥ പോലെ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതെന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നത്. നിങ്ങൾ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണിത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാനൊന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾ അറിയിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.